ഞാൻ ജൂനിയർ ഓക്യുപേഷണൽ തെറാപ്പിസ്റ്റ് ആയിട്ട് ഹീലിയസിൽ വർക്ക് ചെയ്യുന്നു. ഞാനിന്നലെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് ഓട്ടിസത്തിനെ പറ്റിയിട്ടാണ്, പേരൻസിന് ഒരു അവയർനെസ് കൊടുക്കാനായിട്ട്. ഓട്ടിസം എന്നതൊരു ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ ആണ്. അതുകൊണ്ട് തന്നെ പല ഭാഗങ്ങളിലും അതിൻ്റെ ഇഷ്യൂസ് കണ്ടുവരുന്നു. ലൈക്ക് സോഷ്യൽ ഇഷ്യൂസ്, ഇമോഷണൽ ഇഷ്യൂസ്, ബിഹേവിയറൽ ഇഷ്യൂസ്, കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസ്, കോഗ്നിറ്റീവ് ഇഷ്യൂസ് എന്നിങ്ങനെ. ഓട്ടിസം മറ്റ് കണ്ടീഷൻസ് പോലെ ഗർഭാവസ്ഥയിലോ ജനിച്ചതിന് മാസങ്ങൾക്ക് ശേഷമോ തിരിച്ചറിയാൻ സാധിക്കുകയില്ല. അപ്പോൾ പേരൻസിന്റെ ഒരു മെയിൻ ക്വസ്റ്റ്യൻ ആണ്, എപ്പോൾ തിരിച്ചറിയാം, എങ്ങനെ തിരിച്ചറിയാം? പൊതുവെ പേരൻസ് അവരുടെ കുഞ്ഞുങ്ങളിൽ ഓട്ടിസ്റ്റിക് ഫീച്ചേഴ്സ് കണ്ടുവരുമ്പോഴത്തേക്കും 2-2.5 years ആയി കാണും. അവരുടെ മെയിൻ കൺസേൺ സ്പീച്ച് ഡിലേ, മുഖത്ത് നോക്കി സംസാരിക്കുന്നില്ല, ഐ കോൺടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, കോൾ റെസ്പോണ്ട് ഇല്ല, ബേസിക് ക്വസ്റ്റ്യൻസിന് റെസ്പോൺസ് ഇല്ല, തനിച്ചിരുന്ന് കളിക്കുവാൻ പ്രിഫർ ചെയ്യുക, ഷെയറിംഗ് മെന്റാലിറ്റി ഇല്ല എന്നിങ്ങനെയൊക്കെയാണ്. DSM-5 അഥവാ ഡയഗ്നോസ്റ്റിക് സ്റ്റാറ്റിസ്റ്റിക് മാനുവൽ ഫോർ മെന്റൽ ഡിസോർഡേഴ്സുടെ ക്രൈറ്റീരിയ പ്രകാരമാണ് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ഓർ ഓട്ടിസം സ്ഥിരീകരിക്കുന്നത്. അതുപോലെ തന്നെ ഓട്ടിസ്റ്റിക് കുഞ്ഞുങ്ങളിൽ കണ്ടുവരുന്ന മറ്റൊരു ബുദ്ധിമുട്ടാണ് സെൻസറി ഇഷ്യൂസ് ലൈക്ക് ഓഡിറ്ററി, ടാക്ടൈൽ, വിഷ്വൽ, ഓൾഫാക്ടറി, ഗസ്റ്റേറ്ററി, വെസ്റ്റിബുലർ, പ്രൊപ്രിയോസെപ്ഷൻ ആൻഡ് ഇൻട്രോസെപ്ഷൻ. ഇതിലൊരു എക്സാമ്പിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ, ഓഡിറ്ററി സെൻസറി ഇഷ്യൂസ് ഉള്ള കുഞ്ഞുങ്ങളിൽ നെയിം കോൾ റെസ്പോൺസ് ഇല്ലാത്തത് അവരുടെ കേൾവിപരമായ ബുദ്ധിമുട്ട് കാരണമായിരിക്കില്ല, മറിച്ച് അവരുടെ ഓഡിറ്ററി ലെവൽ പ്രോസസ്സിങ്ങിലുള്ള ബുദ്ധിമുട്ട് കാരണമായിരിക്കാം. സംടൈംസ് അവരൊരു വോയിസ് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കാം, വേറാസ് ഒരു വോയിസ് കൂടുതൽ പ്രാവശ്യം കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന ഫീച്ചേഴ്സും ഓട്ടിസ്റ്റിക് കുഞ്ഞുങ്ങളിൽ കണ്ടുവരുന്നു. ഞാൻ ഈ പറഞ്ഞ ഫീച്ചേഴ്സിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഡെവലപ്മെന്റിൽ ഡിലേസ് തോന്നുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ഒരു ഡെവലപ്മെന്റൽ പീഡിയാട്രിഷ്യനെ കൺസൾട്ട് ചെയ്യുക. അവർ തീർച്ചയായും ഒരു ഓക്യുപേഷണൽ തെറപ്പിസ്റ്റിനെ നിങ്ങളെ റെഫർ ചെയ്യുന്നതായിരിക്കും. ഒരു ഓക്യുപേഷണൽ തെറപ്പിസ്റ്റ് റെഗുലർ തെറപ്പിയിലൂടെ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ എബിലിറ്റീസ് വെച്ചുകൊണ്ട് തന്നെ അവരെ ഒരു നിയർ നോർമൽ സിറ്റുവേഷനിലോട്ട് കൊണ്ടുവരാൻ സഹായിക്കുന്നതായിരിക്കും. ഇതിനായി തൃശ്ശൂരിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ന്യൂറോ ഡെവലപ്മെന്റൽ സെന്ററായ ഹീലിയസിനെ നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ്. For more informative videos, please subscribe to our channel. Thank you.